നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിന് അഭിമാനമായി ഇന്ത്യൻ ബേസ്ബോൾ ടീമിൽ ഇടം പിടിച്ച് ശ്രീ പാർവതി. പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ശ്രീ പാർവതിക്ക് ആദരം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17ാം നമ്പർ 8 മന അംഗൻവാടി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. 2025-2026 വാർഷിക പദ്ധതി പ്രകാരമായിരുന്നു വിതരണം. വാർത്തകൾ വിശദമായി. ചേർപ്പിനെ അഭിമാനമായി ഇന്ത്യൻ ബേസ്ബോൾ ടീമിൽ ഇടം പിടിച്ച് ശ്രീ പാർവതി. പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ശ്രീ പാർവതിക്ക് ആദരം നൽകി. ചേർപ്പ് 2ാം വാർഡ് സ്വദേശി സൂരജ്, മമിത ദമ്പതികളുടെ മകളാണ് ശ്രീ പാർവതി. 2ാം വാർഡിന്റെ അഭിമാനം ഉയർത്തിയതിനാണ് ആദരമൊരുക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ആദരം നിർവഹിച്ചു. പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ അഭിമാനമായിക്കൊണ്ടാണ് പാർവതിക്ക് നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനും നമ്മുടെ ചേർപ്പ് പഞ്ചായത്തിൻ്റെ പേര്, നമ്മുടെ നാടിൻ്റെ പേര് ഉയർന്നു വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാളെ നമ്മുടെ ചേർപ്പ് പഞ്ചായത്ത് പാർവതിക്കുട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് വളരാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനായിട്ടുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണൻ, ഷോണി എലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ വാർഡ് 2-ൽ നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച പാർവതിക്കുട്ടി, അതായത് ഞങ്ങൾ പാർവതിക്കുട്ടി എന്ന് വിളിക്കുന്ന പാർവതി, അതായത് സൂരജ്, മമിത ദമ്പതികളുടെ മകൾ. അപ്പോൾ ആൾക്ക് ഇന്ത്യൻ ബേസ്ബോൾ ഇതിലാണ് ആൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം രണ്ടാമതും ആൾക്ക് കിട്ടി. അപ്പോൾ ഇന്ത്യൻ ടീമിൽ അടുത്ത് തന്നെ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ആദരം, നമ്മുടെ വാർഡിൻ്റെ ഒരു ആദരം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17ാം നമ്പർ 8 മന അംഗൻവാടി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. CC മുകുന്ദൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എപ്പോഴും ഒരു കർമ്മത്തിന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ മുമ്പുണ്ടാകുന്നതിനേക്കാളുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് ഒരു പുതിയ പ്രവർത്തന രംഗത്ത് തുടക്കം കുറിക്കുന്നൊരു അനുഭവമാണ് നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടന ചടങ്ങ് നടത്തുക എന്നുള്ളത്. നമ്മുടെ അംഗനവാടിയുടെ വളരെയേറെ പഴയകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒരു അംഗനവാടി പണിയണമെങ്കിൽ ടീച്ചർ പറയുകയുണ്ടായി, പഴയ കാലത്തുള്ള അംഗനവാടിയുടെ സാഹചര്യത്തെ സംബന്ധിച്ച് മഴ പെയ്യുമ്പോൾ തുള്ളി വെള്ളം പുറത്തു പോകാത്തൊരു സാഹചര്യം, ചുമരൊക്കെ വീണ്ടു നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഈ പഴയ കെട്ടിടം പൊളിച്ച് ഒരു പുതിയ കെട്ടിടം പണിയണം എന്നുള്ള ആഗ്രഹം ടീച്ചർക്കും ടീച്ചറുമായി ബന്ധപ്പെടുന്ന നമ്മുടെ അംഗനവാടി കുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എവിടെ നിന്ന് ഫണ്ട് കിട്ടും, എവിടെയൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഒരു ധാരണ ടീച്ചർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ പഞ്ചായത്തും മറ്റുള്ളതിൻ്റെ ആദ്യം ഈ അംഗനവാടി പണിത് മുമ്പ് ഉണ്ടായിരുന്ന KP രാജൻ ഒക്കെ കൂടിയിട്ടാണ് ഇത് പണിത്. അന്നൊക്കെ ചെറിയ സംഖ്യയാണ് നമ്മുടെ അംഗനവാടിക്ക് കൊടുത്തിരുന്നത്.
നാട്ടിക മണ്ഡലത്തിൽ 5 വർഷത്തിനകം 17 സ്മാർട്ട് അംഗൻവാടികൾ നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചതായി MLA പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. വളരെ നല്ല രീതിയിൽ തന്നെ സ്ഥലം വളരെ പരിമിതമായ സ്ഥലമാണെങ്കിൽ പോലും ഒരു ഹൈടെക് അംഗൻവാടിയുടെ ഒരു വിഭാവനം തന്നെയാണ് അതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന ഒരു അംഗൻവാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ ചുരുക്കം അംഗൻവാടികളിലാണ് ഇവിടുത്തെ അത്ര കുട്ടികളെ കണ്ടിട്ടുള്ളൂ. അത് ഒരു കുറ്റമല്ല, പക്ഷെ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കുട്ടികളെ അധികം കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ അംഗൻവാടിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുമക്കൾ മാത്രമല്ല ഇപ്പം അംഗൻവാടിയെ ആശ്രയിക്കുന്നത് നമുക്കറിയാം, ഗർഭിണികൾ മുതൽ വയോജനങ്ങൾ വരെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ കാലഘട്ടങ്ങളും, ഒരു കുഞ്ഞിൻ്റെ ശൈശവം ജനനം മുതൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അംഗൻവാടി കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അംഗൻവാടികളാണ് എല്ലാം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, അനിത അനിലൻ, പ്രിയലത പ്രസാദ്, സുനിത ജിനു, പഞ്ചായത്ത് അംഗവും അംഗൻവാടി ജീവനക്കാരിയുമായ ജയ, KK കൊച്ചു മുഹമ്മദ്, MK അബ്ദുൽ സലാം, AK നസീർ, ഷാജഹാൻ, റസാഖ് മാളിയേക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. 2025-2026 വാർഷിക പദ്ധതി പ്രകാരമായിരുന്നു വിതരണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 10ാം വാർഡ് മെമ്പർ KB പ്രജിത്ത് അധ്യക്ഷനായി. കുട്ടികൾക്ക് ബിരുദാനന്തര ബിരുദത്തിൽ പഠിക്കുന്ന, അതുപോലെ തന്നെ അംഗീകൃത ITI കോഴ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പിൻ്റെ വിതരണമാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്തിൻ്റെ വിഹിതമായ 7,60,000 രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമായ 2 ലക്ഷം രൂപയും കൂട്ടി 9,60,000 രൂപ പദ്ധതിയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. 25 കുട്ടികൾക്കാണ് നമുക്ക് ഈ പൈസ കൊണ്ട് ആ ലാപ്ടോപ്പ് കൊടുക്കാൻ കഴിയുക. പക്ഷേ 16 കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. മെമ്പർമാരായ അമ്പിളി അജിത്ത്, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, നസീജ മുത്തലീഫ്, പ്രിയലത പ്രസാദ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജലക്ഷ്മി, SC പ്രൊമോട്ടർ നിഖിത എന്നിവർ സംസാരിച്ചു. 9,60,000 രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. ഇതിൽ 7,60,000 രൂപ പഞ്ചായത്തിന്റെ SC ഫണ്ട് വിഹിതവും 2 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വിഹിതവുമാണ്. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ ഗുണ്ട അക്ഷയ് അച്ചുവിനെ ജയിലിലാക്കി. ഈ വർഷം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 71 പേരാണ് കാപ്പ നിയമപ്രകാരം ജയിലിലായത്. കരുവന്നൂർ ചെറിയപാലം സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അച്ചു എന്ന അക്ഷയാണ് കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് ജയിലിലായത്. ചേർപ്പ്, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമം ഉൾപ്പെടെ 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അക്ഷയ്. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ, ASI ജ്യോതിഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഈ വർഷം ഇതിനകം 71 പേരെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. 210 ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 139 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടി തുടരുകയാണ് പോലീസ്. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തലൂർ ദീപ്തി സ്കൂളിൽ തുടക്കമായി. 4 ദിവസങ്ങളിലായി സ്കൂളിലെ 25 വേദികളിലാണ് കലോത്സവം നടക്കുന്നത്. KK രാമചന്ദ്രൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, സംവിധായകൻ പ്രിയനന്ദനൻ, എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത്, AEO MV സുനിൽകുമാർ, പ്രിൻസിപ്പൽ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ എന്നിവർ സംസാരിച്ചു. 95 സ്കൂളുകളിൽ നിന്നായി 5000-ലേറെ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. പള്ളിപ്പുറം അകമ്പാടം പടവിൽ വിതയിറക്കി. മെക്കാനിസ്റ്റ് ഡ്രം സീഡർ ഉപയോഗിച്ചായിരുന്നു വിത. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വിതയിറക്കൽ ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് വോഗി സാലപ്പാടൻ അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് നൌഷാദ് നൂതന കൃഷിരീതിയെക്കുറിച്ച് കർഷകർക്കായി ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ്, പടവ് സെക്രട്ടറി സുധീർ അയ്യപ്പത്ത്, ട്രഷറർ P സുനിൽകുമാർ, മോഹനൻ ചക്കാലപ്പറമ്പിൽ, ശങ്കരനാരായണൻ വെള്ളാട്ടുപറമ്പിൽ, രാമദാസ് വെള്ളിയാട്ട്, ശശിധരൻ വെള്ളിയാട്ട്, വേണുഗോപാലൻ വെട്ടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു.
പല്ലിശ്ശേരി കാവിലമ്മേ അഭയം എന്ന ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ടീം ബിഗ് സീറോയുടെ ബാനറിൽ സജീവ് തണ്ടാശ്ശേരി സംവിധാനം ചെയ്ത ആൽബത്തിൽ രേഷ്മ മനക്കൊടിയാണ് പാടിയിരിക്കുന്നത്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് എം രാജേന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രവാസി ശബ്ദം ചീഫ് എഡിറ്റർ കെ ഹരിനാരായണൻ ആൽബം ഏറ്റുവാങ്ങി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യാകുട്ടൻ അധ്യക്ഷയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പർ കെ രവീന്ദ്രനാഥ്, സംഗീത സംവിധായകൻ കലേഷ് പനമ്പയിൽ, ബാബു അമ്മൂസ്, എഴുത്തുകാരി ആതിര അങ്കിരസ്, രാജഗോപാൽ കീയത്ത് എന്നിവർ സംസാരിച്ചു. വെങ്ങടിശ്ശേരിയിൽ സാന്ത്വനം ബഡ്സ് സ്കൂളിൽ സെൻസറി പാർക്ക് നിർമ്മാണത്തിന് തുടക്കമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് സെൻസറി പാർക്ക് നിർമ്മിക്കുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറി ജോസഫ്, മെമ്പർമാരായ റോസലി ജോയ്, ടി കെ ഗീത, സി കെ സുനിൽകുമാർ, അനിത മണി, ടി എൻ ഉണ്ണികൃഷ്ണൻ, ഷീല ഹരിദാസ്, സെക്രട്ടറി സി എം അനീഷ്, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അരുൺകുമാർ, അധ്യാപിക ബിൻസി എന്നിവർ സംസാരിച്ചു. പകൽ വീട്ടിലെ അച്ഛനമ്മമാർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് തഴഞ്ഞതോടെ ഉപജീവനമാർഗം വഴിമുട്ടിയ വയോധികയായ മത്സ്യത്തൊഴിലാളിക്ക് കൈത്താങ്ങായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കാറളം സ്വദേശിനി ചെമ്മാപ്പള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമന് ലഭിച്ചത് പുതിയ വഞ്ചിയും വലയും. ഏതാനും ദിവസം മുൻപ് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്തയാണ് 1-ാം വാർഡ് സ്വദേശിനിയായ കാഞ്ചന ശിവരാമൻ എന്ന മത്സ്യത്തൊഴിലാളിക്ക് സഹായകരമായത്. കാറളം പഞ്ചായത്തിൽ കഴിഞ്ഞ 9 വർഷമായി മത്സ്യബന്ധനത്തിലൂടെ കുടുംബം പുലർത്തുകയായിരുന്നു കാഞ്ചന. ആദ്യകാലങ്ങളിൽ ഭർത്താവിനൊപ്പമായിരുന്നു മത്സ്യബന്ധനം. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ സ്വന്തമായുള്ള പഴയ വഞ്ചിയിൽ മത്സ്യബന്ധനം തുടർന്നു. ഇതിനിടെ കാറളം പഞ്ചായത്ത് മുഖേന ഒരു വഞ്ചി ലഭിക്കാൻ അവസരമൊരുങ്ങി. ഗ്രാമസഭകളിലടക്കം 100% മാർക്ക് കാഞ്ചന ശിവരാമന് നേടാനായി. ഇതിനിടെ വഞ്ചി ലഭിക്കാനുള്ള ഉപഭോക്തൃ വിഹിതമായി 7500 രൂപ പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ പദ്ധതി വിതരണോദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് ഉപഭോക്തൃ വിഹിതമായി വാങ്ങിയ പണം കാഞ്ചനയുടെ മകന് പഞ്ചായത്ത് അധികൃതർ തിരികെ നൽകി. പദ്ധതി പ്രകാരം വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയതോടെ വയോധിക വിഷമസന്ധിയിലായി. സംഭവം വാർത്തയായതോടെ ഇക്കാര്യം BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ച വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി നേരിട്ട് വഞ്ചിയും വലയും കാഞ്ചനയ്ക്ക് കൈമാറി. പഞ്ചായത്ത് നൽകിയ വഞ്ചി ഉപയോഗിച്ച് മറ്റുള്ളവർ മത്സ്യബന്ധനം നടത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നിയിരുന്നതായി വയോധിക പ്രതികരിച്ചു. കാറളം പഞ്ചായത്തിൽ ഗ്രാമസഭയിൽ എനിക്ക് വഞ്ചി പാസ്സായപ്പോൾ എന്നെ അവഗണിച്ച കാറളം പഞ്ചായത്തിന് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വലിയിട്ട് കയറുമ്പോൾ ഒക്ടോബർ 10-ാം തീയതി എന്നെ ഈ ചെമ്മണ്ടക്കായലിൽ മറ്റുള്ളവർ വഞ്ചി കൊണ്ടുപോണ് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം വിഷമം തോന്നി. ഞാൻ അന്നത്തെ ദിവസം എനിക്കൊന്നും എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാനൊരു മൗനമായിട്ടിരുന്നു. എനിക്ക് അർഹതയുള്ള മുതൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീഡിയോ കണ്ട് സുരേഷ് ഗോപി സാറ് എനിക്ക് വള്ളവും വഞ്ചും തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒക്ടോബർ 18-ാം തീയതിയാണ് ഇത് പുറത്ത് വന്നത്. ഇങ്ങനെ ഒരു വഞ്ചിയും വലയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 20-ാം തീയതിയാണ് ഇത് സോഷ്യൽ മീഡിയത്തിലൊക്കെ വന്ന് ഇതെല്ലാം പുറത്ത് വന്നത്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. 1000 നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സംഭവം വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകൻ രാഹുൽ അശോകൻ, വഞ്ചി നിർമ്മിച്ച രതീഷ് എന്നിവരെ സുരേഷ് ഗോപി ആദരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയ അനിൽ, ജനറൽ സെക്രട്ടറി സുഭാഷ് കൊല്ലന്തറ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ശ്യാംജി മാടത്തിങ്കൽ, അഖിലാഷ് വിശ്വനാഥൻ, സുഭാഷ് പുല്ലത്തറ, സുവിത സുബീഷ്, ഭരതൻ കുന്നത്ത്, ബിജു പൊന്നാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ നവീകരിച്ച വില്ലേജ് ഓഫീസ് സന്ദർശിച്ചു. സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച UP തലം പഠനയാത്രയുടെ ഭാഗമായാണ് സന്ദർശനം.
വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസർ ആർ സുധീർ മധുരം നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. അധ്യാപകരും കുട്ടികളുമടക്കം 45 പേരടങ്ങുന്നതായിരുന്നു സന്ദർശക സംഘം. നവീകരിച്ച വില്ലേജ് ഓഫീസിന്റെ ഉൾവശം മുഴുവനുമായി കുട്ടികൾ നടന്നു കണ്ടു. വില്ലേജ് ഓഫീസിന്റെ അധികാരപരിധി, അവിടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ ഉയർത്തിയ സംശയങ്ങൾക്കെല്ലാം വില്ലേജ് ഓഫീസർ മറുപടി നൽകി. പാഠപുസ്തകത്തിനപ്പുറം നേരിട്ടറിഞ്ഞ കാര്യങ്ങൾ കുട്ടികളിൽ ജിജ്ഞാസയും കൗതുകവും ഉണർത്തുന്നതായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവിയുടെ നേതൃത്വത്തിലാണ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് പഠനയാത്ര ഒരുക്കിയത്. സ്കൂൾ മാനേജർ സഞ്ജയ് കെ നായർ, എൻ മിനി, എ അനുജ, കെ ബിന്ദു, അനുശ്രീ അയ്യപ്പൻ, വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നു എന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുമുള്ള ഷർട്ടാണ് ബാലമുരുകൻ ധരിച്ചിരുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ടാണ് കൈവിലങ്ങ് അഴിച്ചതെന്നാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്. കുപ്രസിദ്ധ കുറ്റവാളിയായ ബാലമുരുകനെ തമിഴ്നാട് പോലീസ് ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തതെന്ന ആക്ഷേപം ശക്തമാണ്. അതേസമയം വിയ്യൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ച് പുലർച്ചെ 2:30 പോലീസ് ബാലമുരുകനെ കണ്ടിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകൻ പോലീസിനെ കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തെരച്ചിൽ തുടരുകയാണ്. പ്രദേശത്തു നിന്നും ഇന്നലെ രാത്രി ഒരു സ്കൂട്ടർ കളവ് പോയിരുന്നു. സമാജം റോഡിലെ താമസക്കാരനായ TK സുരേന്ദ്രന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊലപാതകം, മോഷണം ഉൾപ്പെടെ 53 കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. 2023 സെപ്റ്റംബർ 24 മുതൽ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു ഇയാൾ. പോലീസിനെ ആക്രമിച്ച് നേരത്തെയും ജയിൽ ചാടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തെളിവെടുപ്പിന് ശേഷം വിയ്യൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ തമിഴ്നാട് പോലീസിനെ വെട്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജിം ട്രെയിനറായ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒന്നാങ്കല്ലെ ചങ്ങാലി മടപതി ക്ഷേത്രത്തിന് സമീപം ചങ്ങാലി വീട്ടിൽ മണി കുമാരി ദമ്പതികളുടെ മകൻ 27-കാരൻ മാധവിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മരണകാരണം പാമ്പ് കടിയേറ്റതെന്നാണ് സംശയം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ജിം ട്രെയിനറായ മാധവ് ദിവസവും 4-ന് ഉണർന്ന് ജിമ്മിൽ പോകാറുള്ളതാണ്. എന്നാൽ ഇന്ന് 4:30 എഴുന്നേൽക്കാതെ വന്നതിനെ തുടർന്ന് അമ്മ മാധവിനെ വിളിച്ചു. വാതിൽ തുറക്കാതെ വന്നപ്പോൾ അയൽവാസികളുടെ സഹായത്തോടെ തള്ളി തുറക്കുകയായിരുന്നു. വീട്ടിൽ മാധവും അമ്മയും മാത്രമാണ് താമസം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിന് അഭിമാനമായി ഇന്ത്യൻ ബേസ്ബോൾ ടീമിൽ ഇടം പിടിച്ച് ശ്രീ പാർവതി. പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ശ്രീ പാർവതിക്ക് ആദരം നൽകി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17-ാം നമ്പർ 8 മന അംഗൻവാടി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. 2025-2026 വാർഷിക പദ്ധതി പ്രകാരമായിരുന്നു വിതരണം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.